روى البخاري عن علي رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول خير نسائها خديجة رضي الله تعالى عنها. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപാടി തന്ന ഹദീസ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ പെണ്ണുങ്ങളിൽ വെച്ചിട്ടും ഖൈറായ ഉത്തമമായ ഒരു പെണ്ണായിട്ട്, ഖൈറായ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മാതൃകപരമായിട്ടും എല്ലാ നിലക്കും കംപ്ലീറ്റായ ഒരു കാമിലത്തായ ഒരു പെണ്ണിന്നെങ്കിൽ അത് ഖദീജ ഉമ്മ മാത്രമായിട്ടിക്കട്. അപ്പോൾ എല്ലാവരിലും വെച്ചിട്ടും ഖൈറായ ഒരു പെണ്ണ് അത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ആക്കണമെങ്കിൽ, അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹറോ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ ചരിത്രം ഖദീജ ബീബി റളിയല്ലാഹു അൻഹറൊട്ടിയുള്ള പിരിസത്വ വിഷയത്തിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങಗೂ എത്രമാ ചൊല്ലുകെಂತ, എത്രമാ എക്സ്പ്ലെയിൻ ആക്കുകെಂತ, എത്രമാ വിശദീകരിക്കുകെಂತ. എന്തുകൊണ്ട് ഒരു പെണ്ണുക്ക് ഒരു മാപ്പിളുടെ അവിടെ നല്ല നിലക്ക് മനസ്സിൽ ഇടം പിടിക്കുകയും ആ നിലക്ക് വർത്തിച്ചത് കൊണ്ടേയിരിക്കടെ റളിയല്ലാഹു അൻഹ ആ പെണ്ണാരെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഉത്തമമായ മാതൃകയുള്ള ഒരു വനിത എന്നെങ്കിൽ അത് ഉമ്മ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചെന്നെങ്കിൽ ജീവിതത്തിൽ ഒരു മാപ്പിളക്ക് എങ്ങനെല്ലാം ഞങ്ങൾ സപ്പോർട്ടാക്കണ ആ എല്ലാ സപ്പോർട്ടും കാട്ടിക്കൊടുത്തത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിട്ടിക്കട്. ഇത് ഞങ്ങളെ ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് ഞങ്ങൾ എടുക്കണോ, ഇത് ഞങ്ങളെ ജീവിതത്തിൽ നല്ലൊരു രൂപത്തിലായിട്ട് ഞങ്ങൾ എടുക്കണോ. അപ്പമേ ഞങ്ങളും ആ ഹൈറായ ആൽമാരിൽ പെടുക. ഏറ്റവും ഹൈറായ ആളല്ലെങ്കിലും ഒരു ഹൈറായ ആളിൽ പെടുകെങ്കിലും ഞങ്ങളെ എല്ലാ ഉമ്മമാരും എല്ലാ സഹോദരിമാരും അതിക്ക് വേണ്ടി പരിശ്രമിച്ചെങ്കിൽ അത് എന്തൊരു റാഹത്താവൂ, എല്ലാ അകവും എത്ര കൊസീലാവൂ, എല്ലാ റായത്തിലുള്ള ആൽമാർ എത്ര റാഹത്തിലാവൂറാറ്. ഒരു അകനല്ലാവനെങ്കിൽ ആ ഔത്തിലുള്ള പെണ്ണ് നല്ലേക്കൊന്നുമില്ല, ഒരു റായനല്ലാവനെങ്കിൽ ആ റായത്തിലുള്ള ബാലക്കാരും ആൺമക്കവും ബാലക്കാരും പെൺമക്കവും നല്ലിക്കൊന്നുമില്ല. എങ്കിൽ ആ റായവും നല്ലൈത്തി അകവും നല്ലൈತಿ. ടോട്ടലി പെണ്ണുങ്ങಗೂ ഭയങ്കര റോളായിട്ടിക്കട്. 24 hours ഡ്യൂട്ടി ആക്കിട്ടിന്നെങ്കിലും എന്നല്ല, നോർമലായിട്ട് ഒരു ആണിങ്ങಗೂ പ്രത്യേകിച്ചിട്ട് ഒരു പെർട്ടിക്കുലറായ ഒരു സെപ്പറേറ്റായ ഒരു ടൈമല്ലേക്കറ് അല്ലേ ഡ്യൂട്ടി ആക്കൂ. സുബൈക്ക് പോയെങ്കിൽ അസർ വന്നാറ് പിന്നെ അങ്ങ് ഫ്രീ പോലെ ആയിട്ടിക്കിടാറ്. പെണ്ണിങ് അങ്ങനെയല്ല, പാവ സുബൈരെ പിടിച്ചിട്ട് ജാവു തോലുണ്ടല്ല പിറ്റാണ്ടി സുബൈക്കും പാടെങ്കിലും ഡ്യൂട്ടി ആക്കറങ്ങായിട്ടിക്കിടാറ്. അങ്ങ് ഇത്രത്തോളം ഒരു ശമ്പളമാ ഒരു ഉപ്പമാ ഒന്നും കേട്ടിട്ടില്ല. അങ്ങ് ആരും കേക്കറും മനസ്സിന്നങ്ങുമല്ല. അതുകൊണ്ടായിട്ടിക്കിട നബി ചെന്നത് അങ്ങവും ഹൈറ പെണിങ്ങമായിട്ടിക്കിടാറേട്ട്. ബട്ട് ഉത്തമമായോ വനിത ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആവണമെങ്കിൽ ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിൽ കുറേ മഹത്വങ്ങളുണ്ട്, ക്വാളിറ്റി ഉണ്ട് കൊന്തൈത്ത്. അപ്പം ആ ക്വാളിറ്റി ഞങ്ങളെ ജീവിതത്തിലും കൂടി ഞങ്ങൾ പ്രാവർത്തികമാക്കി അതൊരു മാതൃകയായിട്ട് എടുത്തിട്ട് ഞങ്ങളെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായ ഒരു കുടുംബ ജീവിതമായിട്ടിരിക്കും. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഇടയുന്നെങ്കിൽ അത് ഞങ്ങൾ അകയിട്ടിക്കട്. ആ ഔത്തുല് കിട്ടനായ കൊസി വേറോടും ഞങ്ങൾക്കത് കിട്ടില്ല. ആ കിട്ടനായത് എല്ലാ നിലക്കുള്ള സപ്പോർട്ട് കൊണ്ടേയിടിക്കട്, മനസ്സിലാക്കൽ കൊണ്ടേയിടിക്കട്. ചില ആൾമാർ ഒരു തിങ്കളാകുമ്പോഴത്തേക്ക് തൊലാക്കാവുറങ്ങൾ 45 വർഷമായിട്ട് മങ്ങിലായിട്ട് തൊലാക്കായ എത്ര മാസം വെച്ചിട്ട് ഒരു പെണ്ണ് മങ്ങിലായിട്ട് പോയാൽ പിന്നെ അങ്ങനെ ബാപ്പുമ്മറെ ക്യാരാക്കത്ത പോലെ ഇട്ടിക്കട്. ചില അലിക്കരുത് സ്വന്തം ബാപ്പുമ്മ ചെന്നെങ്കിൽ എപ്പോഴും ബാപ്പുമ്മ ഇട്ടിക്കട്. ആ ബാപ്പുമ്മറ വിട്ടിട്ടൊരു കളിയില്ല. ഏത് നമുക്ക് വില കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് എടുക്കുകയാവില്ല, ബാപ്പുമ്മറ ഞങ്ങൾക്ക് എടുക്കുകയാവില്ല. ഒരു പെണ്ണ് മങ്ങിലായിട്ട് മാപ്പിളുടെ ഒത്ത് വന്നെങ്കിലും ബാപ്പുമ്മയായിട്ടിക്കട്, മാപ്പിളമയായിട്ടിക്കട്. ആ എങ്കിൽ മാപ്പിളുടെ അനുസരിക്കണോണ്ട് ചെല്ലുമ്പൊത്തുകൂ അതിലൂടെ കുറേ സിറുകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ഊടെ ഔത്തുൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം ഫോൺ വിളിച്ചിട്ട് ബാപ്പുമ്മറയിൽ ചെല്ലണയതല്ല. റൂം റോൾകൊള്ള വിഷയ അത് അവിടെ മേ തീർത്തിട്ടായിരിക്കണോ ആ റൂം ഞങ്ങൾ പുറത്തു പോകുമ്പോൾ തിക്കൊണയത്. അപ്പം ഇടിക്കടെ കുടുംബജീവിതത്തിൽ കൊസിയിക്കറോ സന്തോലയിക്കറോ അതിര എടുത്തിട്ട് വിളിച്ചിട്ട് ഹലോ നൻ്റെ മാപ്പിള ഇങ്ങനെ എൻ്റെ ചെന്ത്, ഹലോ നൻ്റെ മാമി ഇങ്ങനെ ചെന്ത്, ഹലോ നൻ്റെ കാക്ക ഇങ്ങനെ ചെന്ത് എങ്കിൽ
കുടുംബജീവിതത്തിൽ എപ്പോൾ നോക്കിയെങ്കിലും ഗുൽമാലും പ്രശ്നങ്ങളെയായിട്ടിക്കൂ. ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാവരും നല്ല നിലയ്ക്ക് കണ്ടെങ്കിൽ ഞങ്ങളെ ആളിൻ്റെ വിചാരിച്ചിട്ട് ഞങ്ങളെ മാമിരോ സ്വന്തം ഉമ്മാണ്ട് വിചാരിക്കണോ, ഞങ്ങളെ കാക്കറോ സ്വന്തം അബ്ബാണ്ട് വിചാരിക്കണോ. അപ്പോൾ ആ കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷമാവും. ഇവിടെ ഇട്ടിക്കിട് കുടുംബജീവിതത്തിൽ യാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഞങ്ങൾക്ക് പരിപാടി തന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയ തുടക്കകാലത്തിൽ പ്രത്യേകിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനാക്കുറോ എപ്പോഴും എല്ലാ നിലക്കും സഹകാരിയായിട്ടിരുന്ന ആ ഖദീജ ബീബിരോ സമാധാനത്തെ പലക കാണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിക്ക് ഏറെ ആശ്വാസമായ ഒരു പലകയിട്ടിന്ത്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഫസ്റ്റിಗೆ ചെല്ലുന്നത് നബിയെ നിങ്ങ കുടുംബ ബന്ധ ചേർക്കറാലായിട്ടിക്കിടാറ്. നിങ്ങൾ അള്ളാഹ് ഒരിക്കവും കൈവിടല നബിയെ, നിങ്ങൾ അതിക്ക് പേടിക്കേ വേണ്ട നബിയെ, നിങ്ങൾ കുടുംബ ബന്ധ ചേർക്കറ നബിയായിട്ടിക്കിടാറ്. ഇങ്ങനെ ഓരോ മഹത്വങ്ങൾ ചെല്ലുന്നതിന് തുടക്കമേ ചെന്നത് നിങ്ങൾ കുടുംബ ബന്ധ ചേർക്കറങ്ങായിട്ടിക്കിടാറ് നബിയെ. കുടുംബത്തോ ജണ്ടാക്കറ പണിയായിട്ടിക്കിട്. ഇപ്പത്തോ യാറത്തൊരായത്തിലും ഒരു മങ്ങിലേറ്റ് പോയെങ്കിൽ അവിടെ കുടുംബ ജണ്ടാവൂರು, അകബേരാവൂರು, ಬೇರೆ ಬೇರೆ ಅವರಾರಿ. ചിലപ്പോൾ ഉമ്മ ഭർത്താവൂರು, അല്ലെങ്കിൽ ബാപ്പ ഭർത്താവൂರು, അല്ലെങ്കിൽ അങ്ങമേ ഭർത്ത് കൊണ്ടാറി. കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞിട്ട് പോണ്ടു. എത്ര കുടുംബങ്ങളായിട്ടിക്കിട് തകർന്നു പോയത്, എത്ര കുടുംബങ്ങളായിട്ടിക്കിട് നശിച്ചു പോയത്, എത്ര കുടുംബങ്ങളായിട്ടിക്കിട് ത്വലാക്കായി പോയത്. ഇതെന്തും ഇല്ലാണ്ടാവണമെങ്കിൽ, ഇത് ഞങ്ങളെ സൊസൈറ്റിയിൽ, ഞങ്ങളെ സമുദായത്തിൽ, ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഇത് ഇല്ലാണ്ടാവണമെങ്കിൽ ഞങ്ങ അപ്പറിപ്പറ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ടുള്ള ജീവിതം വേണോ, ഞങ്ങ മനസ്സിലാക്കിയിട്ടുള്ള ജീവിതം വേണോ, ഞങ്ങ മാതൃകപരമായ ജീവിതം വേണോ. ഇസ്ലാം ചൊന്ന ആ ചൗക്കട്ടിലൂടെയുള്ള ജീവിതം എന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, എവിടെയും സോത്തു പോണ്ടില്ല. നിങ്ങൾ ഏറ്റവും മാതൃകയാക്കാനായോ മാതൃക ആക്കുക അർഹതയുള്ള ഒരു വ്യക്തി ഇടിക്കടെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ നിലയ്ക്ക് ജീവിത നല്ല നിലയ്ക്ക് ചിറ്റപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയ ആളെ ഇടിക്കടെ ആ ബീബിയെ നിങ്ങൾ ഫോളോ ആക്കൂ. ഗ്യാരണ്ടി ആയിട്ട് ആ ഉമ്മറ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കൊസിയും സന്തോഷവും കിട്ടി. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ജീവിതം ഇരിക്കട്ടെ. മനസ്സിലാക്കിയിട്ടുള്ള ജീവിതത്തിലൂടെ ഞങ്ങളെ മാപ്പിളുടെ ഉമ്മ അബ്ബറവും അതുപോലെ ഞങ്ങളെ സ്വന്തം ഉമ്മ അബ്ബറവും ഈ എല്ലാവരും ഞങ്ങൾ കൺട്രോളാക്കിയിട്ടുള്ള ആ ഒരു ബാലൻസിലൂടെ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഒസികിട്ട് ആറും തപ്പുപീകരിക്കാമ ഒരു ഓപ്ഷനും അതുക്ക് കൊടുക്കണ്ട. ആ നിലക്കുള്ള ജീവിതമായിട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു ആ ഉമ്മ അത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിട്ടിക്കടെ. ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാമത്തോ വൈഫൈട്ടിക്കടെ. ആ ഉമ്മറ കൊണ്ടയിട്ടിക്കടെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചെല്ലു മോൻ അല്ലാത്തോ ബാക്കി എല്ലാ മക്കവും പെത്തത്. നബിരെ പോലെയുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹവും പെത്തത് ആ ഉമ്മയിലൂടെ ഇട്ടിക്കടെ, ആ മാതൃകയിലൂടെ ഇട്ടിക്കടെ. അപ്പോൾ എത്ര നല്ല കുടുംബം ഇട്ടിക്കടെ. ആ കുടുംബ ഇണ്ട് കാണ്ട എല്ലാ തങ്ങന്മാരും, ഇണ്ട് കാണ്ട എല്ലാ സയ്യദന്മാരും അവിടത്തെ മക്ക ഇടിക്കടെ. ആ ഉമ്മറ പിർസവയ്ക്കരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നരെ ഞാൻ നിങ്ങളെ പിർസവയ്ക്കര. ഖദീജ ബീബി റളിയല്ലാഹു അൻഹറോ മഖാമുള്ളത്, മഖബറ ഉള്ളത് ജന്നത്തുൽ മഹല്ലയിലേട്ടിക്കിടെ. അവിടെ പോയിട്ട് മക്കത്തിൽ ഞങ്ങൾ സിയാറത്താക്കിയിട്ടേറ്റിക്കിടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സിയാറത്താക്കരെങ്കിൽ 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വേഗ സ്വീകരിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വേഗ കബൂലാക്കി ഞങ്ങൾക്ക് ഉത്തരം നൽകര്. ഞങ്ങൾക്ക് ഇങ്ങനെല്ലാം വേണമെങ്കിൽ ഞങ്ങളെ ജീവിതത്തിൽ നല്ലൊരു മാതൃകയാക്കാനായ ഒരു ഉമ്മ ഇടിക്കടെ ഞങ്ങളെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ.